വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ വീക്ക്ലി റീചാർജ് സെഷൻ. അപ്പോൾ എല്ലാ വീക്കിലും നമുക്ക് ഈ ഒരു റീചാർജ് സെഷൻ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ സാറ്റർഡേയ്സിലും. അപ്പോൾ ആ ഒരു ഫ്രീ സെഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാനോട് തന്നിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്കൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മുടെ ഈ വീക്കിലെ റീചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള സെഷന്റെ ടോപ്പിക് എന്താണ്? എന്ത് ടോപ്പിക് കണ്ടിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്? പരിഗണന കിട്ടുന്നില്ല. പരിഗണന കിട്ടുന്നില്ല. എനിക്കറിയാം ഇവിടെ വന്ന എല്ലാവരും പരിഗണന കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും ഒന്നും വന്നതാണ്. പരിഗണന കിട്ടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ പരിഗണന ഏറ്റവും വലിയൊരു കുട്ടികളുടെ പോലെ ഏറ്റവും വലിയൊരു നീഡ്, അല്ലെങ്കിൽ കുട്ടികൾ പോലും പലതിലേക്കും പോകാനുള്ള ഒരു കാരണം പരിഗണന കിട്ടാത്ത. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യവും അതിനുള്ള റീസൺ ഇന്നതാണ്. ഇപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒരു 1 hour റീചാർജ് സെഷൻ ആണ്. അപ്പൊ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ചിലപ്പോൾ പലർക്കും ഉള്ളൊരു തോട്ടായിരിക്കും, എത്ര അംഗീകാരം കിട്ടിയാലും അംഗീകാരം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട്. അതേപോലെ ഈ ഒരു പരിഗണന എന്തുകൊണ്ട് എനിക്ക് മാത്രം പരിഗണന കിട്ടുന്നില്ല എന്നൊരു തോട്ടും പലർക്കും ഉണ്ടായേക്കാം. അതേസമയം അത് എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായേക്കാം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരാണോ നമ്മളെ പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഗണന കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പരിഗണന കിട്ടാൻ വേണ്ടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? സെഷനിൽ വിത്ത് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് സെഷനിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും റെഡി അല്ലേ? സെറ്റ് അല്ലേ? കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. Yes. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ടോ ഒക്കെ പറയാട്ടോ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? Set. അങ്ങനെയാണ് Ma'am. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എപ്പോഴാ നമ്മൾ ഒരാള് പരിഗണിക്കുന്നുണ്ട്, നമ്മൾ ഒരാൾ അംഗീകരിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴാ തോന്നുക? കിട്ടുന്നില്ല എന്നുള്ള തോട്ടം നമുക്ക് തോന്നും, കിട്ടുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് എന്നെ അംഗീകരിക്കുന്നുണ്ട്, എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, എനിക്ക് പരിഗണന ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് എപ്പോഴാ തോന്നുക? എപ്പോഴാ നിങ്ങൾക്ക് തോന്നാറ്? എപ്പോഴാ? നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. ആ, വെരി ഗുഡ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്താൽ വളരെ നല്ലൊരു ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. അപ്പൊ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുക എന്നുള്ളത് ഒന്ന് നമ്പർ 1. പിന്നെ വേറെന്താ? നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ. സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ പറയുന്നത് അവർ യെസ് ശരിയാണെന്ന് പറഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ. കെയർ എന്ന് പറയുന്നുണ്ട്, പറയുന്നത് കേൾക്കുമ്പോൾ അല്ലെ, ലിസൺ ചെയ്യുമ്പോൾ. അത് അനുസരിക്കുമ്പോ എന്നും പറയാം, അത് ലിസൺ ചെയ്യുമ്പോ എന്നും പറയാം. അപ്പോഴാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാവാം. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല, നമ്മളെ വേണ്ടത്ര അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുന്നത് ഒരു പക്ഷേ നമ്മളെ ആളുകൾ കേൾക്കാതിരിക്കുമ്പോ ആയിരിക്കും അല്ലേ. നമ്മൾ ലിസൺ ചെയ്യാതിരിക്കുമ്പോ അതൊന്നും കേൾക്കാൻ എനിക്ക് സമയമല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു തരാതിരിക്കുക അല്ലേ. യെസ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി സർക്കിളിൽ തന്നെ നമ്മുടെ ഒരു ഇമോഷൻസിന് വേണ്ടത്ര വാല്യൂ തരാതിരിക്കുക, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നും, നമുക്കോ മറ്റുള്ളവർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? ആ ചെയ്യുന്ന കാര്യങ്ങൾ ആരും തന്നെ അറിയുന്നില്ലെന്നും അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നും നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു അപ്രിസിയേഷൻ, ഒരു പ്രശംസ, ഇത് നന്നായിട്ടുണ്ട് അല്ലെ എന്നും കേൾക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക യെസ്, എനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ശരിയല്ലേ? ശരിയല്ലേ? ഇത് ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞ ആളുകൾ എന്താ പറയാന്നറിയോ? ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പോലും, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പോലും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ അല്ലേ. അങ്ങനെ പോലും അങ്ങനെ പറയുന്നുണ്ട് മാം, ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പോലും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പലപ്പോഴും പലർക്കും അത് റെസണേറ്റ് ചെയ്യുന്നുണ്ടാകും, ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിനെ പലർക്കും അത് യെസ്, ഇത് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാകും. നമുക്ക് പലപ്പോഴും അല്ലെ, നമുക്ക് മാത്രമല്ല ആസ് ഹ്യൂമൻ ബീങ് ഏതൊരു മനുഷ്യന്റെയും നമ്മൾ പറയും നമുക്ക് പ്രൈമറി നീഡ്സ് ഉണ്ട് എന്നൊക്കെ പറയും നമ്മൾ. നമുക്ക് പ്രൈമറി നീഡ്സ് ആയിട്ട് നമുക്ക് വീട് വേണം, വെള്ളം വായു വേണം, വായു വേണം എന്നൊക്കെ പറയും അല്ലെ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. എങ്കിലും
നമുക്ക് നമ്മുടെ പ്രൈമറി നീഡായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, അതൊക്കെ നമുക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു കാര്യം സ്നേഹമാണ്, അല്ലേ? ആ സ്നേഹത്തിൽ തന്നെ സ്നേഹമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന, ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, ഞാൻ വാല്യുബിൾ ആണ് എന്ന് നമുക്ക് തോന്നിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് പരിഗണന എന്ന് പറയുന്നത്. കാരണം പരിഗണിക്കപ്പെടുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്, യെസ്, ഐ ആം ഇമ്പോർട്ടൻറ്റ്, ഞാൻ പ്രധാനപ്പെട്ട. നിങ്ങൾ സംസാരിക്കാത്തപ്പോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ. അപ്പൊ ഞാൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലേ? എനിക്ക് എന്തൊക്കെയോ വാല്യൂ ഉണ്ട്, അല്ലേ? ഞാൻ വാല്യുബിൾ ആണല്ലേ, ഞാൻ പ്രഷ്യസ് ആണല്ലേ. ഇതിങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ട് നമുക്കൊരു എനർജി വരാന്, കൂടുതൽ ചെയ്യാന്, കൂടുതൽ ആക്ഷൻ എടുക്കാന്, കൂടുതൽ മുന്നോട്ട് ഇറങ്ങി വരാന്, നമ്മുടെ ലൈഫിനൊന്ന് മീനിങ് ഫുൾ ആക്കാൻ. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇത് ആ ഒരു ഞാൻ വാല്യുബിൾ ആണെന്ന് തോന്നുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ, യെസ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ആരൊക്കെയോ കാണുന്നുണ്ട്, ആരൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ പ്രവർത്തനങ്ങളും ആരൊക്കെയോ കാണുന്നുണ്ട് എന്ന ഒരു തോട്ട് ആണ് നമുക്ക് കിട്ടുക. ആ ഒരു ചിന്തയാണ്, ആ ഒരു എനർജിയാണ്, അതിൽ നിന്നുണ്ടാവുന്ന ഒരു ആക്ഷൻസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പരിഗണന എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നമ്മളെ കേൾക്കണം, നമ്മളെ ലിസൺ ചെയ്യണം, നമ്മൾ പറയുന്നത്, അല്ലെ, ഈ റിയാക്ട് ചെയ്യാണ്ട് പെട്ടെന്ന് എടുത്തു ചാടി മറുപടി പറയാതെ നമ്മളെ അല്പസമയം നമ്മളെ കേൾക്കുക, നമ്മളെ ഫീലിങ്സിനെ അംഗീകരിക്കുക, നമുക്ക് ക്വാളിറ്റി ടൈംസ് തരിക, അല്ലെ? നമ്മുടെ ഒരു പ്രസൻസിന് പോലും, അല്ലെ? ഇപ്പോ കുട്ടികളുടെ പാരൻസിന്റെ കേസിലാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, അവർക്ക് പരിഗണന എന്ന് പറഞ്ഞാൽ പാരൻസിനെ മക്കള് അംഗീകരിക്കുക, പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം. അതോടൊപ്പം തന്നെ എന്തും കൂടെ വേണം, ഒരു റെസ്പെക്റ്റും കൂടെ വേണം. ഈ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ്, ഈ അപ്രിസിയേഷൻ വേണം, അവരൊരു പ്രസൻസിന് നമ്മളൊരു വാല്യൂ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യെസ്, ഞാൻ അംഗീകരിക്കപ്പെടുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ഒരു വാല്യൂ ഉണ്ട് എന്ന് തോന്നാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇങ്ങനെ നമ്മൾ പറയാം, എന്നെ മനസ്സിലാക്കുന്നില്ല, ഇതൊക്കെ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതിന്റെ ഡിഫറെന്റ് വേർഷൻസ് ആണ്. എന്നെ മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ പറയാറില്ലേ നമ്മള്, അല്ലേ? എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ വേർഡ്സിന് വാല്യൂ തരും, നമ്മളെ കേൾക്കും, നമ്മളെ കൂടെ ഇരിക്കും, ഇല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് നമുക്ക് ഈ പരിഗണന, ഈ റെസ്പെക്ട് ആണെങ്കിലും, അംഗീകാരമാണെങ്കിലും, പരിഗണന ആണെങ്കിലും, അപ്രിസിയേഷൻ ആണെങ്കിലും എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? എന്തായിരിക്കും കാരണം? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ടായിരിക്കും നമുക്ക് റെസ്പെക്ട് അല്ലെങ്കിൽ പരിഗണന, അംഗീകാരം ഒന്നും കിട്ടാത്തത്? അല്ലെങ്കിൽ അവരില് നമ്മള് അവർക്ക് വിശ്വാസം ഇല്ലാത്തോണ്ട്. നമ്മൾ അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെ? നമ്മൾ പരിഗണിക്കാത്തത്, നമ്മൾ എന്തെങ്കിലും വിശ്വാസക്കേട് കാണിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഒരു തോന്നൽ അതാണ്, അല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാല്, നമ്മൾ നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ നമ്മള് തന്നെ കേൾക്കാത്തോണ്ടാണ് മാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളെ ഉള്ളിൽ നിന്നുള്ള വോയിസ് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ പുറത്ത് അതിന്റെ അതേമാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാരാണ് ഇപ്പൊ പറഞ്ഞത്? മുനീറ, അല്ലെ? മുനീറയ്ക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത് വൺ ഓഫ് ദ ഫാക്ടറും കൂടിയാണ്. വൺ ഓഫ് ദ ഫാക്ടർ അത് തന്നെയാണ്. അപ്പോൾ ഒരു മെയിൻ ഫാക്ടർ അത് ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മുനീറ പറഞ്ഞ ശരിയാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഈ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷകൾ ഉണ്ടല്ലോ. നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് സ്വപ്നങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ടേഷൻ തന്നെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ പരിഗണന ലഭിക്കണം എന്ന് വിചാരിക്കുന്ന ആളിൽ നിന്ന് എന്താണ്, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലാണ്, എങ്ങനത്തെ വാക്കുകൾ കേട്ടാലാണ് എനിക്ക് എന്നെ അംഗീകരിക്കുന്നതായിട്ട് തോന്നുക. അപ്പൊ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുക, പലരും എന്താ വിചാരിക്കുക, അവരത് മനസ്സിലാക്കണം. ശരിയാണോ? എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എൻ്റെ വൈഫ് അത് മനസ്സിലാക്കണം, എന്നിട്ട് അവരെൻ്റെ മനസ്സ് വായിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു എക്സ്പെക്ടേഷൻ ഉള്ളവർക്ക്
ശരിയല്ലേ? ആ എക്സ്പെക്ടേഷനിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യമാരാണെങ്കിൽ അവര് വീട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഹസ്ബൻഡ് ആണെങ്കിൽ ഇവർക്ക് വേണ്ട ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഭാര്യയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അല്ലേ? അപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ രീതിയിൽ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു ആശ്വാസവാക്ക്, അല്ലേ? അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പരിഗണന എന്ന് തോന്നാം. പക്ഷെ ചില ആളുകൾക്ക് അവരുടെ ലവ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്, ചിലർക്ക് വേർഡ്സ് ആയിരിക്കും കേൾക്കേണ്ടത്, ചിലർക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കും വാങ്ങിക്കൊടുക്കേണ്ടത്. അപ്പൊ അവര് എക്സ്പെക്ട് ചെയ്യുന്ന ദ വേ ഓഫ് എക്സ്പ്രഷൻ ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്, അല്ലെ? ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആളുകളുടെ ആ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് ഉണ്ടല്ലോ, കെയർ ഉണ്ടല്ലോ, അല്ല അംഗീകരിക്കലുണ്ടല്ലോ, എങ്ങനെയാണ് തനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നല്ലൊരു വാക്കാണോ, അല്ലെങ്കിൽ നല്ലൊരു നോട്ടാണോ, നല്ലൊരു ചിലപ്പോൾ ഒരു ഹഗ്ഗാണോ, അത് എന്താണെന്ന് ഒരിക്കലും തുറന്ന് പറയൂല പലപ്പോഴും. ശരിയല്ലേ? അപ്പൊ അത് ഓപ്പോസിറ്റ് എല്ലാവരുടെ കേസിലും അല്ല കേട്ടോ. പലരും അത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരും അത് ചിലപ്പോൾ പറയുകയും ചെയ്യും. ഇനി പറഞ്ഞില്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിന്തിക്കുന്ന ആളാണെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ പലരുടെ കേസിലും അത് സംഭവിക്കുന്നില്ല. അപ്പൊ എന്താകും? അവിടെ നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ആ നമ്മൾ കൊടുക്കുന്ന മെസ്സേജും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന മെസ്സേജ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ചിലപ്പോ സൈലന്റ് ആകും, മിണ്ടാണ്ടിരിക്കുക. നമുക്ക് വിചാരിച്ചത് കിട്ടാതിരിക്കുമ്പോൾ, വിചാരിച്ച പരിഗണന കിട്ടാതിരിക്കുമ്പോൾ അങ്ങേരത് മനസ്സ് വായിച്ച് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളെല്ലാം സഹിക്കുന്ന പോലെ ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു പരാതിയാണ്, എന്താണ്, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നത് മറ്റൊന്നുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വാശി പിടിക്കാന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നും, നമുക്ക് ദേഷ്യമാണെന്ന് തോന്നും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും, നിരാശയായിരിക്കും ആ പരിഗണന കിട്ടാത്തത് കൊണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് ഇതാക്കി കിട്ടുന്ന മെസ്സേജ് ചിലപ്പോൾ ഇവൾക്ക് പിണക്കാണെന്നോ, ഇനി അതല്ലെങ്കിൽ എന്താ പറയാ, രണ്ട് കേസിലും കേട്ടോ, ഇനി മക്കളുടെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്ന മെസ്സേജ് ഒന്നും, കൊടുക്കുന്ന മെസ്സേജ് മറ്റൊന്നും ആയിരിക്കും. അവിടെ ലാസ്റ്റ് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്താന്ന് ചോദിച്ചാൽ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കൊരു പരിഗണനയും കിട്ടുന്നില്ല. ശരിയല്ലേ? അല്ലേ? മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പരിഗണന പലർക്കും പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇപ്പൊ പരിഗണന എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ഡിഫറെന്റ് ഫോംസ്, വൺ ഓഫ് ദ വേ ആണ് പരിഗണിക്കുക, അപ്രിസിയേഷൻ കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. ഓരോ മനുഷ്യന്മാർ എന്താണ്, ദേ ആർ ഫൈറ്റിംഗ് ദെയർ ഓൺ ബാറ്റിൽസ് എന്ന് പറയാം. ഓരോരുത്തരും അവരുടേതായ യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ഭാരമുണ്ട്, നമുക്ക് സാമ്പത്തിക ഭാരമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെ, അത് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിനക്ക് വേണ്ടതെല്ലാം തരുന്നില്ലേ, പിന്നെ ഒരു വാക്കിന്റെ അതിന്റെ മേലാണോ നീ സ്നേഹത്തിനെ അളക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മേലെയാണോ നീ പരിഗണനയെ അളക്കുന്നത് എന്ന് ചോദിക്കാം, അല്ലേ? കാരണം അവർക്ക് അവരുടേതായ, നമുക്ക് നമ്മുടേതായ സ്ട്രെസ് ഉണ്ടാകാം, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പ്രഷർ ഉണ്ടാവാം, ജോലി ഭാരം ഉണ്ടാവാം. അപ്പൊ ഇതായിട്ടൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ മെന്റലി ഓക്കെ ആവാതിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടൊന്ന് മനസ്സ് തുറന്നിട്ട്, ആ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഓഫീസിലെ ജോലി ഭാരമായിട്ട് വന്നിട്ടായിരിക്കും ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡ് അടിപൊളിയായിരിക്കും, വൈഫ് കുറേ സമയം എഫേർട്ട് എടുത്ത് ഉണ്ടാക്കി കൊടുത്തതായിരിക്കാം. പക്ഷെ എന്തിന് കഴിയുന്നില്ല, ആ മൈൻഡിൽ വേറെ എന്തൊക്കെയോ കിടന്നിട്ട് ഇതിനേക്കാൾ വലിയ ചൂടിൽ ഇങ്ങനെ കുക്ക് ചെയ്യാണ് മൈൻഡിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഉള്ളിൽ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ചിലപ്പോൾ ഒരു അപ്രിസിയേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതാണ് അടുത്ത റീസൺ ആയിട്ട് അവിടെ ആ പ്രകടനം, എക്സ്പ്രഷൻ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടാവില്ല. തുറന്ന് പറയുന്നുണ്ടാവില്ല, ഞാൻ അതിന്റെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചിലർ പറയും, ചിലർക്ക് ചിലപ്പോൾ നീ ഫുഡ് കഴിച്ചോ എന്നൊരു ചോദ്യം കിട്ടിയാൽ മതിയാവും. ശരിയാണോ? ഇതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സത്യമാണോ, ശരിയാണോ ഞാൻ പറയുന്നത്? ഒരു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതിയാകും. ചിലർക്കത് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട്. അപ്പൊ ഇത് കിട്ടാതിരിക്കുമ്പോഴാണ്, ഇതൊന്നും നടക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ പറയാ, എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. അപ്പൊ ഇതിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അറിയണ്ടാവില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കും അറിയണ്ടാവില്ല ഏത് രീതിയിൽ, വാട്ട് ഐ ആം എക്സ്പെക്ടിങ്, അല്ലെ? വാട്ട് ആം ഐ എക്സ്പെക്ടിങ്, അതായത് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന്
എന്ത് പരിഗണനയാണ് വേണ്ടതെങ്കിൽ ഏത് രീതിയിലാണ് ആ പരിഗണന എന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ കേസ് കേട്ടോ, മൊത്തത്തിലുള്ള കേസൊന്നുമല്ല, എനിക്ക് എന്റെ ഒരു കേസിൽ ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്റെ പങ്കാളിയോടാണെങ്കിലും എന്റെ മക്കളോടാണെങ്കിലും ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അവരോടൊന്ന് പറയണമെങ്കിൽ എന്താണ് അത് എങ്ങനെയാണ് ഞാൻ പറയാം, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയണ്ടേ. എന്നെ കേൾക്കുകയാണ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയാണോ വേണ്ടത്, എന്നെ ഒന്ന് പ്രശംസിക്കുകയാണോ വേണ്ടത്. ഇനി ചിലർക്ക് എന്താണ് ക്വാളിറ്റി ടൈം അല്ലേ, സമയം കൊടുക്കാന്ന് പറയും. ഫാമിലിയിലൊക്കെ മക്കൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് അവർക്ക് അവർക്കൊരു ക്വാളിറ്റി ടൈം ചിലപ്പോൾ പാരന്റ്സിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ്. എന്നോടാണോ? ആ ക്വാളിറ്റി ടൈം പാരന്റ്സിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് പലപ്പോഴും മക്കൾ ആ ക്വാളിറ്റി ടൈം അവരെ പ്രശംസിക്കുന്ന അല്ലെങ്കിൽ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന അവരെ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളുടെ കേസിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പാരന്റ്സിൽ നിന്നും അല്ലെങ്കിൽ സിബ്ലിങ്സിൽ നിന്നൊക്കെ കിട്ടാതിരിക്കുമ്പോഴായിരിക്കും സൂപ്പർ ആയിട്ടുണ്ടടാ, അടിപൊളി ആയിട്ടുണ്ടടാ, അത് കൊള്ളാലോ എന്ന് അവരെ പ്രശംസിക്കുന്ന അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആ ഫ്രണ്ട് സർക്കിളിലേക്ക് അവർ പോകുന്നത്. എന്നിട്ട് ഒരു പ്രായം വരെ നമ്മളിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന മക്കള് കുറച്ച് കഴിഞ്ഞിങ്ങനെ അവർ ആ ഫ്രണ്ട് സർക്കിളിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ പറയും, നിനക്കിപ്പോ പണ്ടത്തെ പോലെ എന്നോടൊന്നും പറയാനൊന്നും ഇല്ല, അല്ലെ എന്നോടൊന്നും പറയുന്നില്ല, നിനക്കെപ്പോഴും ഫ്രണ്ട്സിനെ മതി, കൂട്ടുകാരെ മതി, നമുക്ക് തോന്നാറില്ലേ? അവര് വളർന്നു വരുന്ന ഒരു സമയത്ത് നമ്മളിലേക്ക് വരുമ്പോ നമ്മളോട് ഒട്ടിപ്പിടിക്കുമ്പോ 100 ചോദ്യങ്ങൾ ചോദിക്കുമ്പോ 100 കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ ഒരു പക്ഷെ നമ്മള് സമയം കൊടുക്കുന്നുണ്ടാവില്ല അവർക്ക്, അവർക്കും പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോഴാണ് അവർക്കും എന്ത് തോന്നുക, ആ കിട്ടുന്ന സ്ഥലത്തേക്ക് അവരും പോകുന്നത് അല്ലെ. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഇവിടെ എന്താ വെച്ചാല്, നിങ്ങൾ മനസ്സിലാക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൂടെ ഒരു തോട്ട് കൊടുക്കുക, എനിക്ക് അല്ലെ എന്നെ ഇപ്പൊ പരിഗണിക്കണമെങ്കിൽ എനിക്ക് സമയം ആണോ വേണ്ടത്, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവാണോ വേണ്ടത്, അല്ല എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇനി ഹസ്ബൻഡ് ആണെങ്കിൽ ക്ഷീണിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും നല്ലോണം രണ്ട് വർത്താനം അല്ലെ നല്ല രീതിയിൽ സ്നേഹാന്വേഷണം ഒക്കെ നടത്തുക. അല്ലെ അദ്ദേഹം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കണ്ടാൽ അദ്ദേഹം ഒന്ന് റെസ്പെക്ട് ചെയ്യുക. അതാണോ ഇനി എന്താണ് ഓരോരുത്തർക്കും എനിക്ക് എന്താണ് വേണ്ടത്, ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പറ്റുവാണെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ആക്ടിവിറ്റി പോലെ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷെ ഇപ്പൊ നമുക്കത് ചെയ്തു പോകാനുള്ള സമയമില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ ചെയ്യോ? ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് കിട്ടിയോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത എല്ലാവരും നിങ്ങൾക്ക് എന്താണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പ്രഷൻ വേണ്ടത്, പരിഗണന വേണ്ടത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണോ അതോ നിങ്ങളെ പിന്നെ അപ്രിഷിയേറ്റ് ചെയ്യാണോ അത് കേൾക്കുകയാണോ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കേൾക്കണം, പിന്നെ വേറെന്താ? കേൾക്കുക എന്ന് പറയുന്നുണ്ട്, വേറെന്താ? അംഗീകരിക്കുക, ചെയ്തത് ശരിയാണെന്നൊക്കെ പറയാണോ അതോ അപ്രിഷിയേറ്റ് ചെയ്യാണോ? അഭിപ്രായം പറയണം അല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായോ എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായമൊക്കെ പറയണം അല്ലേ. കേൾക്കുക എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ. പക്ഷെ ഇവിടെ നമ്മള് നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കേൾക്കുക കേൾക്കുക ലിസണിങ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. കേൾക്കുക എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അല്ലേ. കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ ഏറെ ഉണ്ടാകുന്ന മൊബൈലിലാ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ പറയാൻ ഏറെ ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാതെ ഇങ്ങനെ അടച്ചടച്ചടച്ച് വെക്കുന്നത് കേൾക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രിയേറ്റിവിറ്റി പോലും നമുക്ക് പുറത്തെടുക്കാൻ പറ്റാതായി പോകുന്നുണ്ട്. കാരണം നമ്മളെ കേൾക്കാൻ ഒരാളില്ല എന്നൊരു കാരണം കൊണ്ട്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഇങ്ങനെ കൗൺസിലിംഗ് സെന്റേഴ്സും ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. എന്തിനാ? വീട്ടിലാകുമ്പോൾ കേൾക്കാൻ ആളില്ല. ഇതെനിക്കൊന്ന് പലരും പറയുന്നതാണ്, പറയുമ്പോ തന്നെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇതൊരു റിലീസിങ് മെത്തേഡാണ്. വിഷമം പറയാന്നല്ല, പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതിയോ കാര്യങ്ങളോ ആണെങ്കിൽ ചിലപ്പോൾ കേൾക്കാൻ ആളുണ്ടാവുമോ? അതൊരു ഫാക്ടറാണ് കേട്ടോ. അവിടെ നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന്, ഈ അംഗീകാരത്തിന്റെ കാര്യം പറയുമ്പോൾ, പരിഗണനയുടെ കാര്യം പറയുമ്പോൾ
ചില ആളുകൾക്ക് അതൊരു അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്രൂവൽ അഡിക്ഷൻ എന്ന് പറയും. അപ്രൂവൽ അഡിക്ഷൻ. ഒരു ടാസ്ക് ചെയ്താല്, ഒരു വർക്ക് ചെയ്താല്, ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയാല് അതിന് നല്ല 2 അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അവരൊരു പക്ഷേ എല്ലാവരുടെ അടുത്തും ചോദിക്കും, എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ, നന്നായിട്ടുണ്ടോ. ഒരു അപ്രൂവൽ അഡിക്ഷൻ എന്ന് പറയാം. ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയൊക്കെയോ കണക്ട് ആവുന്നുണ്ട് അല്ലേ, നല്ല ഇമോജീസ് ഒക്കെ വരുന്നുണ്ട്. ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു അപ്രൂവൽ അഡിക്ഷൻ എന്ന് പറയാം. ഒരു ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയുണ്ട്, ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയാണ് കേട്ടോ അത്. കാരണം അവർക്ക് ഇതിനൊക്കെ പിന്നെയുള്ള ഒരു പാറ്റേണിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിനെ ഒന്നും പറഞ്ഞ് ചിലപ്പോൾ അവിടെ ഒരു നമുക്കൊരു സെൽഫ് ഡൗട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയിലേക്കൊക്കെ നമുക്ക് നമ്മളെ തന്നെ, നമ്മൾ ചെയ്ത സംഗതി നമുക്ക് തന്നെ ഡൗട്ടാ, ഇത് ശരിയായിട്ടുണ്ടോ. അപ്പൊ അതിൻ്റെയൊക്കെ അതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ച് വീണ്ടും നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സംഗതി നിരന്തരം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കുട്ടിക്കാലത്തൊക്കെ, അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യുമ്പോഴും ഡൗട്ടായിരിക്കും. ഒന്ന്, ഞാൻ ചെയ്താൽ ശരിയാവോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. 2, ശരിയായോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. നല്ലതാണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. സെൽഫ് ഡൗട്ട് ഉണ്ടാവും. മറ്റുള്ളവരുടെ ഡൗട്ട് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ എല്ലാവരോടും ചോദിച്ച ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ ആയാലും അപ്രൂവൽ അഡിക്ഷൻ എന്ന് പറയാം. അത് ഒരു സംഗതി. രണ്ടാമത്തെ ചിലർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പരിഗണനയുടെ കാര്യത്തിൽ ഓവർ ഗിവിങ് ആയിരിക്കും, കൊടുത്തുകൊണ്ടേയിരിക്കും. എന്തിനാ? തിരിച്ച് അവരെന്തെങ്കിലും ചോദിക്കുകയില്ല, പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവിടെ അവർക്ക് എന്താ ഉണ്ടാവുക? നിരാശ ഉണ്ടാകും. അതിന്റെ മറ്റൊരു വേർഷനാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. എല്ലാരെയും നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന്റെ ഒരു പാറ്റേൺ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അറിയണോ? പറയണോ? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ, ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിച്ചാല്, ഉള്ളില് പലപ്പോഴും, പക്ഷെ നമുക്കറിയില്ല ഇതാണോ എന്റെ പാറ്റേൺ എന്ന് അവർക്കറിയില്ല. ഉള്ളിന്റെ ഉള്ളിൽ, എല്ലാവരുടെ കേസിലും ആയിക്കൊള്ളിടുന്നിട്ടില്ല കേട്ടോ, വേറെ കേസുകൾ ഉണ്ടാകും, ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ടാകും. ഉള്ളിന്റെ ഉള്ളിൽ ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ലോ സെൽഫ് വർത്ത് ഉള്ള ഒരു വ്യക്തി, ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാകും. അത്ര പോരാത്ത എനിക്ക് അംഗീകാരം കിട്ടുമോ? പക്ഷെ അംഗീകാരം നിർബന്ധ. മനുഷ്യന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്നേഹത്തിന്റെ ഒരു വേർഷൻ തന്നെയാണ് പരിഗണന എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അത്ര പോരാത്തത് കൊണ്ട് പോയതാണോ മാമേ? കിട്ടുന്നില്ല, കേൾക്കുന്നില്ല, സ്റ്റക്ക് ആയിട്ടുണ്ടോ? ചെക്കായിരുന്നു. ഇപ്പോഴും ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഓക്കെ. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, ഈ പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആളുകൾക്ക്, എല്ലാവർക്കും അല്ലാന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അത്ര പോരാന്നുള്ളൊരു ബിലീഫ് ഉള്ളിന്റെ ഉള്ളില് ചെറുതായിട്ടെങ്കിലും, ഞാൻ അതിനകത്തൊക്കെ ഉണ്ടോ, ഞാൻ അത്ര, അവിടെ കമ്പയറും കൂടെ ചെയ്യും. മറ്റുള്ളവരെ കൂടെ കമ്പയർ ചെയ്തിട്ട് ഞാൻ അത്ര പോരാ, എന്തോ ആവട്ടെ, ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള ആൾക്ക് ഫിയർ ആയിരിക്കും, എന്നെ അംഗീകരിക്കപ്പെടുമോ, എന്നെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അംഗീകാരം കിട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അംഗീകാരം എന്ന വലിയൊരു കാര്യമാണ്. അതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓവർ ഗിവിങ്ങും പീപ്പിൾ പ്ലീസിങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കും. എന്തിനാ? നമുക്ക് അംഗീകാരം കിട്ടണം. കുറേ ചെയ്താലേ, ഓൾറെഡി എന്തൊക്കെയോ വേർത്തുള്ള ആളാണെങ്കിൽ ഓൾറെഡി ആളുകൾ അംഗീകരിക്കും. പക്ഷെ ഞാനത്ര പോരല്ലോ, എൻ്റെ
വീട്ടിൽ ചിലപ്പോൾ എൻ്റെ അമ്മായിയമ്മൻ്റെ അംഗീകാരം കിട്ടണമെങ്കിൽ ഞാൻ അത്ര വലിയ വീട്ടിൽ നിന്ന് വന്ന ആളല്ല, എനിക്ക് ഒരുപാട് സമ്പത്തില്ല, ഞാൻ അത്ര പോരാ, എന്നെ കാണാനും അത്ര കൊള്ളൂല, എനിക്ക് അത്ര നല്ല കഴിവുകളൊന്നുള്ള വ്യക്തിയല്ല, ഇങ്ങനെ അവനവനെ ഇങ്ങനെ താഴേക്ക് 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 കൊണ്ടുവരുന്ന വ്യക്തി. അപ്പം എനിക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, എനിക്കൊരു അംഗീകാരമൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യണം. അപ്പം അവര് പ്രീതിപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ അത് അമ്മായിയമ്മൻ്റെ അടുത്ത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ പാർട്ട്ണറിൻ്റെ അടുത്ത്, ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ കൊളീഗ്സിൻ്റെ അടുത്ത് ഒക്കെ നമ്മളത് കാണിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു സെൽഫ് വാല്യൂ അവിടെ നമ്മൾ നേരത്തെ മുനീറ പറഞ്ഞ പോലെ സെൽഫിന് വാല്യൂ ഇല്ലാതാക്കിക്കൊണ്ട്, വാല്യൂ ഇല്ല എന്നുള്ള ബിലീഫ് ഉള്ളിൽ ഉറച്ച വിശ്വാസം, എന്നിട്ട് നമ്മൾ പീപ്പിൾ പ്ലീസിങ് ചെയ്ത് കുറേ ഉള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എക്സോസ്റ്റഡ് ആകും, നമ്മൾ ടയേർഡ് ആകും. അപ്പൊ ലോ സെൽഫ് വർത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്നായിരിക്കും. അതിൽ നിന്ന് ഫിയർ ഉണ്ടാവുന്നു, ആ ഫിയറിൽ നിന്ന് പീപ്പിൾ പ്ലീസിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ദെൻ യു ആർ ഗെറ്റിംഗ് എക്സോസ്റ്റഡ്. ആ എക്സോസ്റ്റഡ് ആകുമ്പോൾ വീണ്ടും ആ ടയേർഡായ അവസ്ഥയിൽ വീണ്ടും അവിടെ റീഇൻഫോഴ്സ്ഡ് ബിലീഫ് എന്നാ പറയാ, വിശ്വാസം ഒന്നുകൂടെ ഒന്ന് സിമെന്റ് ഇട്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. പോരാ, എനിക്ക് വയ്യ, ഞാൻ ഓക്കെ അല്ല, ഞാൻ ആക്റ്റീവ് അല്ല, എനിക്ക് എനർജി ഇല്ല, ഞാൻ വെരി ലോ എന്നുള്ള ഒന്നുകൂടെ ആ വിശ്വാസം വന്നു, വീണ്ടും നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. അതൊരു ലൂപ്പാ. ഇതാണ് പാറ്റേൺ ലൂപ്പ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ കാര്യങ്ങളാണ്. സൗണ്ട് കുറവുണ്ടോ? എല്ലാവർക്കും സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് കുറവെന്ന് ഒരാൾ പറയുന്നുണ്ട്, കുറവുണ്ടോ? സൗണ്ട് ഇടയ്ക്ക് പോയിണ്ടായിരുന്നു മാമിന്റെ. ഇപ്പോഴൊക്കെ ആണോ? അപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കാര്യം ഇവിടെ നമ്മൾ പറയേണ്ടത്, നമ്മുടെ വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ മൂല്യം, നമുക്ക് കിട്ടേണ്ട അംഗീകാരം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ തീരുമാനിക്കപ്പെടേണ്ട ഒന്നല്ല നമ്മുടെ വാല്യൂ. ശരിയല്ലേ? മറ്റുള്ളവര് അളന്ന് തിട്ടപ്പെടുത്തി സർട്ടിഫൈ ചെയ്ത് തരേണ്ടതാണോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. അത് റിയലൈസേഷൻ നമുക്കൊരു ഉറപ്പ് വേണം, എനിക്ക് വാല്യൂ ഉണ്ട്, ഐ ആം വാല്യബിൾ, ഞാൻ വാല്യബിൾ ആണ്. കാരണം ഒന്നും അല്ലാതെ ഈ ഭൂമിയിലേക്ക് വന്നവരല്ല നമ്മൾ. ആ സെൽഫിലുള്ള ബിലീഫ്, സ്വന്തത്തിലുള്ള വിശ്വാസം തന്നെ. അതിനാദ്യം നിങ്ങൾ ആ ഫസ്റ്റ് പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ മുനീറ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞ പരാതിയാണല്ലേ, എനിക്ക് സമയം തരുന്നില്ല, എനിക്ക് അപ്രിസിയേഷൻ തരുന്നില്ല, എനിക്ക് ക്വാളിറ്റി ടൈം തരുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ചോദിക്കുക, എൻ്റെ കുറെ ആവശ്യങ്ങളുണ്ടല്ലോ, ഇതിന് ഞാൻ പരിഗണിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ എന്നെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ? റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? സമയം കൊടുക്കുന്നുണ്ടോ? എൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എൻ്റെ മെന്റൽ എനർജി, നമ്മളെ പരിഗണിക്കുക അല്ലെ? യെസ്, തീർച്ചയായിട്ടും. ആ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പരിഗണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ച് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ധരിച്ച് ഭംഗിയായി അണിഞ്ഞൊരുങ്ങുക എന്നുള്ളതിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മെന്റൽ എനർജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മുടെ മെന്റൽ എനർജി, മാനസിക ആരോഗ്യം അല്ലേ? ഡൗൺ ആയി പോവുക. എന്താ ഡൗൺ ആവുക എന്ന് പറഞ്ഞാ? പലരും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് കണക്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു വേർഡ് അല്ലേ, പലരും നമ്മളൊക്കെ പറയുന്ന ഒരു വേർഡാണ്, മാം ഡൗൺ ആയി പോകും, ബാറ്ററി ഈസ് ഗെറ്റിംഗ് ലോ എന്ന് നമ്മളെ ഫോണിൽ മെസ്സേജ് വരാറില്ല. യെസ്, ബാറ്ററി ലോ. അത് ശരിക്കും ശരീരത്തിന്റെ എനർജി അല്ല. ആദ്യം അവിടെ ലോ ആകുന്നത് മനസ്സിന്റെ എനർജിയാണ്, മെന്റൽ എനർജിയാണ്. നിങ്ങൾ ആലോചിക്കുക, ശരീരത്തിന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലെ അവിടെ മനസ്സിന് ഫുഡ് കൊടുക്കണം, വേണ്ടേ? അത് കൊടുക്കുമ്പോഴാണ് അവിടെ ചാർജ് ആയിട്ട് നിൽക്കുന്നുള്ളൂ. അത് ചാർജ് ആയി നിൽക്കുമ്പോഴേ അല്ലെ മനസ്സും ശരീരം എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്.
അപ്പോൾ അതാണ് ഒരു കാര്യം, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾക്ക് ടൈം കൊടുക്കുക, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മളെ ആ സെൽഫ് ടോക്ക് നമ്പർ 1 വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മളോട് പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ ലോ സെൽഫ് വർത്ത്, ഞാൻ പോരാ എന്ന് പറയുന്നതിന് പകരം ഈ പോരാ എനിക്ക് കഴിവില്ല എന്ന് പറയുമ്പോഴും ഒരുപാട് കഴിവുകൾ എൻ്റെ ഉള്ളിൽ, ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സൂപ്പർ മെഷീനാണ് ഞാൻ, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള. ഓക്കെ 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 സിനത്ത. അപ്പൊ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് ഞാൻ. അത് ഞാൻ എന്ത് ചെയ്യണം? അതിനെ ഞാൻ വാലിഡേറ്റ് ചെയ്യണം, ഞാൻ പരിഗണിക്കണം. നമ്പർ 2 സൊല്യൂഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് സംസാരിക്കണം. ഉള്ള കാര്യം തുറന്ന് ഓപ്പൺ ആയിട്ട്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. മെന്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ മൈൻഡിലുള്ളത്. അതൊക്കെ പല ട്രിക്സ് ആണ്. അല്ലാതെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പങ്കാളിക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ പാരന്റ്സിനോ ഒന്നും നമ്മളെ മനസ്സ് കയറി ഇരുന്ന് വായിച്ചിട്ട് നമ്മളെ ആവശ്യങ്ങൾ കണ്ടെത്താനൊന്നും കഴിയൂല. നമ്മൾ ഓപ്പൺ ആയിട്ട് നല്ല കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻസിലൂടെ നമ്മുടെ ലൈലമാം ഒക്കെ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്താന്നുള്ളത്. ഷീസ് ആൻ എക്സ്പേർട്ട് ഇൻ ഇറ്റ്. അപ്പൊ ആ ഒരു കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻസിലൂടെ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയണം. ആ ഓപ്പൺ ആയിട്ട് പറയാൻ നമുക്ക് പറ്റണം. അത് വെറുതെ ഒന്ന് ഓപ്പൺ ആയിട്ട് നാളെ തന്നെ പോയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ആട്ടോ, എനിക്ക് പരിഗണന, ഇന്ന കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴേ എനിക്ക് പരിഗണന ഉണ്ടെന്ന് തോന്നുള്ളൂ, ആ രീതിയിലല്ല. അവിടെ അടുത്തൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹെൽത്തി ബൗണ്ടറീസ്. അവിടെ അതും ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. പക്ഷെ പലർക്കും അത് അറിയില്ല, എങ്ങനെ നോന്ന് പറയണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ നേരത്തെ പറഞ്ഞ പീപ്പിൾ പ്ലീസിംഗും ആയിട്ട് എന്നെ ഒന്ന് അംഗീകരിക്കൂ. എന്താണ് അതിലേക്ക് വരാട്ടോ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസിന് ടൈം തരാതാകുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് അല്ലേ? അത് പലപ്പോഴും അങ്ങനെ ടൈം തരാതിരിക്കാനുള്ള കാരണം ഒരു പക്ഷേ നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതി, നമ്മൾ പറയുന്നത് ഒരു പക്ഷെ അവർക്കൊരു കംപ്ലൈനിങ് ആയിട്ടോ അല്ലേ, ചിലപ്പോൾ ഒരു പരാതി, വെറും പരാതി ആയിട്ടോ കംപ്ലൈനിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാകും. അവിടെയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാന്ന് പറയാനും കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കണം. എങ്ങനെ അത് പറയണം, നോന്ന് പറയാന്. അവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് ബാച്ച് ഇന്നർ ചൈൽഡ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മാത്രമല്ല. സാധാരണ ഇതുവരെയുള്ള ബാച്ചിൽ ഹീലിംഗ് മാത്രമായിരുന്നെങ്കിൽ നെക്സ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് നമ്മൾ ഈ പറയുന്ന പോലെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യണം, നോന്ന് എങ്ങനെ പറയണം, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ തുറന്ന് പറയണം. ഈ ഹാബിറ്റ് ലൂപ്പ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിങ്ങനെ ഐ എം നോട്ട് ഗുഡ് ഇനഫ്, പിന്നെ അതിൽ നിന്നുള്ള ഫിയർ, ഓവർ ഗിവിങ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിങ്, പിന്നെ എക്സോഷൻ, ആ ഒരു ലൂപ്പ് ഉണ്ടല്ലോ. ആ ലൂപ്പിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം അല്ലേ? അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. ഹീലിംഗ് മാത്രമല്ല, പലപ്പോഴും ഹീലിംഗ് മാത്രം കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യേണ്ട ആക്ഷൻസ് എന്താണ് എന്നറിയാതെ പിന്നീട് എന്ത് ചെയ്യണം, എങ്ങനെ ആക്ട് ചെയ്യണം, സെൽഫ് മാസ്റ്ററി അങ്ങനെ സംഭവം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ പേർപ്പസിലേക്ക് അലൈൻ ചെയ്തിട്ട്, നമ്മുടെ ഗോൾ, നമ്മുടെ വിഷനിലേക്കൊക്കെ അലൈൻ ചെയ്തിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് 90 ഡേയ്സ് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ നെക്സ്റ്റ് ബാച്ച് ഓൺവേർഡ്സ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ ഒരു ലെവലിലേക്ക് ഉയരുമ്പോഴായിരിക്കും അല്ലെ, ഒരു സ്റ്റെപ്പ് നമ്മൾ മേലേക്ക് എടുത്തു വെക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ലോകത്തിന്റെ വിശാലത പോലും കാണാൻ പറ്റുക. താഴെ നിൽക്കുന്ന നമുക്ക് നമ്മുടെ നേരെയുള്ള സംഗതികൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ലെവലിലുള്ളത് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ എത്രത്തോളം വൈഡാണ്, എത്രത്തോളം വിശാലമാണ്, എവിടൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈഗിൾ പെർസ്പെക്റ്റീവ് എന്ന് പറയാം അതിന്. എത്രത്തോളം വിശാലമായ, എവിടൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് അല്ലെ, എത്രത്തോളം ഇത് വൈഡാണ്, എനിക്ക് എവിടൊക്കെ പോകാൻ കഴിയും എന്നുള്ളൊരു ആ വിശാലത നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉയരത്തിൽ നിൽക്കുമ്പോഴാണ്. താഴെ തന്നെ നമ്മൾ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്കത് കിട്ടൂല. കിട്ടുമോ? അല്ലെങ്കിൽ ആ ഒരു നമ്മളിത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന
ഈ ഒരു പിന്നെ ഇപ്പൊ ഷഹന ചോദിച്ച പോലെ ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസിന് സമയം തരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡ് നമ്മൾ അങ്ങനെ പഠിക്കണം. അവിടെ എങ്ങനെ നമുക്ക് ആ ബൗണ്ടറി സെറ്റിംഗിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സെഷനിൽ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. നമ്മൾ അതിന്റെ പെരിഫറൽ ലെവലിൽ പറയാന്നല്ലാതെ എങ്ങനെ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഹാബിറ്റിന്റെ ആ ഒരു ലൂപ്പ് നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ആ റിയാക്ഷൻ നമുക്ക് എങ്ങനെ റെസ്പോണ്ട് ആയിട്ട് മാറ്റാം, അവിടെ എന്ത് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ പേഴ്സണൽ സിറ്റിംഗ് പേഴ്സണൽ മെന്ററിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ആ ഒരു ഇത് പറഞ്ഞത് കൊണ്ട് ആ ഒരു എൻ്റെ ഒരു നമ്മുടെ കോണ്ടാക്ട് നമ്പറും ഗ്രൂപ്പ് ലിങ്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ വേറൊരു സംഗതി എന്താന്ന് അറിയോ, നമ്മള് സെലക്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ലൈഫിന്റെ ഒരു പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ആളെ ഒഴിവാക്കി വേറെ ആളെ സെലക്ട് ചെയ്യാന്നുള്ളതല്ല. നമ്മൾ എല്ലാരിൽ നിന്നും ഒരേ നമ്മുടെ ചുറ്റിലുള്ള ആളുകള് നമുക്ക് വൂൺസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ആളുകൾക്കും അവരുടേതായ എക്സ്പീരിയൻസ്, അവരുടേതായ പെയിന്, അവരുടേതായ മെന്റൽ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ അവരിൽ നിന്നും ഒരേപോലെ നമ്മൾ പരിഗണന പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കാം, പക്ഷെ കിട്ടണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അവർ നമ്മളെ പരിഗണിക്കുന്നുണ്ടാകാം, പിന്നെ അവിടെ നമ്മുടെ എനർജി ലെവലും കൂടെ ഒന്ന് റേസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയാ, ആ പരിഗണനകളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു അനദർ സൊല്യൂഷൻ, നമ്മളെ എനർജി ലെവൽ റേസ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ടത് സെൽഫ് വർത്ത്. ഐ ആം നോട്ട് ഗുഡ് ഇനഫിന് പകരം എനിക്ക് എന്തൊക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു 5 കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയേ. മനസ്സിൽ ജസ്റ്റ് ഒന്ന് വിചാരിക്കുക, പറ്റുമെങ്കിൽ പേനയും പേപ്പറും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. ഇന്ന് നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് നിങ്ങളെ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞ വേർഡ് അവിടെ ആദ്യം നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള 5 കാര്യങ്ങൾ. 5 ആയിരിക്കില്ല ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നു ഒന്ന് നോക്കിയേ. ആരെങ്കിലും ഒന്ന് മനസ്സിലൊന്ന് കണ്ടോ ആ 5 കാര്യങ്ങൾ? ആർക്കെങ്കിലും കാണാൻ കിട്ടിയോ? യെസ് ഓർ നോ? മനസ്സിലെങ്കിലും കാണുന്നുണ്ടോ? യെസ്. എന്നിട്ട് എന്താ ഷഹന ഫീൽ ചെയ്യുന്നത്? ഹാപ്പി ആവുന്നുണ്ട് അല്ലേ? ഇനി നിങ്ങൾ കുറച്ചുകൂടെ ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ മൊത്തത്തിൽ നോക്കുക, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ ചെയ്ത സംഗതികൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഒരുപാട് നന്മകൾ ചെയ്ത വ്യക്തികളാണ് നിങ്ങൾ. ചില്ലറക്കാരൊന്നുമല്ല. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, ജോലി ചെയ്യുന്ന സ്ഥലത്തിന് വേണ്ടി അല്ലേ, ഒരുപാട് നന്മകൾ ചെയ്ത, നല്ല കാര്യങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്ത, സർവീസ് ചെയ്ത, സേവനങ്ങൾ ചെയ്ത വ്യക്തികൾ. അത് 5ലും 10ലും ഒന്നും നിൽക്കൂല. നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാൽ, ഒരു ടാസ്ക് ആയി എടുത്തിട്ടൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റുകയാണെങ്കിൽ സെഷൻ കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഔട്ട് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഈ മേലെ കാണുന്ന ഈ നമ്പറിൽ എന്നെ ഒന്ന് അറിയിക്കാം, നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് വരുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് എന്ത് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്. ശരിയാണോ? ആർക്കെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? കുറെ ആളിങ്ങനെ ഹാപ്പി പറയുന്നുണ്ട്, യെസ് പറയുന്നുണ്ട്. അപ്പൊ ആ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാൻ, യെസ്, പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ആരെക്കുറിച്ച് ആലോചിച്ചിട്ടാ പ്രൗഡ് ഫീൽ ചെയ്യുന്നത്? സെൽഫിനെ ആലോചിച്ചിട്ടല്ലേ. നമ്മളെ തന്നെ യെസ് മീ, ഞാൻ അത്ര മോശക്കാരിയൊന്നുമല്ല, ഞാൻ ആള് സൂപ്പറാ, ഞാൻ അടിപൊളിയാ. എന്ത് വന്നോ? സെൽഫ് വർത്ത് വന്നോ? വാല്യൂ വന്നോ? സെൽഫ് വാല്യൂ വന്നോ? സെൽഫ് എസ്റ്റീം വന്നോ? ഇത് ഡെയിലി നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. എന്ന് ഞാൻ നന്നായി ചെയ്തേക്കാം, പക്ഷെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അത് തന്നെ 100 അങ്ങനെ ചെയ്തല്ലോ. അതാണ് പലരും റിപ്പീറ്റ് ചെയ്യാൻ. അപ്പൊ ആ സെൽഫ് വർത്ത് ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അംഗീകാരം കിട്ടാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇന്ന് ഞാൻ നന്നായി ചെയ്തൊരു കാര്യം. അതേപോലെ തന്നെ എന്റെ പോസിറ്റീവ്സ്, എന്റെ സ്ട്രെങ്ത്, ഞാൻ എന്നെ കുറിച്ച് ഓർത്തിട്ടില്ല. പ്രൗഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക്
എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്ന കാര്യങ്ങൾ. ശരിയല്ലേ? ഇനി ഒരു റിഫ്ലക്ഷൻ ക്വസ്റ്റ്യനും കൂടെ ഞാൻ ചോദിക്കാണ്. ഒരു സെൽഫ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തുറക്കാതെ കിടക്കുന്ന ചില അറകള്, ചില റഡാർ എന്ന് പറയും. ഞങ്ങളെ ഗൈഡ് എങ്ങനെയാ പറയാ, നിങ്ങളെ റഡാറിൽ പെടാത്ത കാര്യങ്ങൾ. ഈ സെൽഫ് അപ്രീഷിയേഷൻ ഫാക്ടർ ഒക്കെ നിങ്ങളുടെ റഡാറിൽ പെടാത്ത കാര്യങ്ങളായിരിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂലേ. ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനേക്കാൾ വലിയ പ്രോബ്ലം എപ്പോഴൊക്കെയോ പരിഹരിച്ചവരായിരിക്കും നിങ്ങൾ. അപ്പൊ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രശ്നവുമായിട്ട് ആരൊക്കെയോ വന്ന സമയത്ത് അവർക്ക് ഇതിനേക്കാൾ നല്ല സൊല്യൂഷൻസ് കൊടുത്തവരായിരിക്കും നിങ്ങൾ. അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ വലിയ പ്രശ്നവുമായിട്ട് വന്നവർക്ക് അടിപൊളി സൊല്യൂഷൻസ് കൊടുത്തവരായിരിക്കും നിങ്ങൾ, അല്ലേ? അത് ആ കപ്പാസിറ്റി, ആ ഒരു പ്രാക്ടിക്കൽ സ്കില്ല് നിങ്ങൾ തന്നെ പലതിൽ നിന്നും, അല്ലെ, ഇതിനേക്കാൾ വലിയ കടമ്പ ചാടിക്കടന്നവനാണ്, അല്ലേ? പലപ്പോഴും കടമ്പ ചാടിക്കടന്നവരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നം വേറെ ആരോ വന്ന് സോൾവ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകും. സ്ട്രഗിള് ചെയ്ത ആ സ്ട്രഗിളിൽ നിന്ന് പുറത്ത് വന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക്, ആ സ്റ്റോറി ഉണ്ട് നമുക്ക്. നമ്മൾ മോശക്കാരാണോ? അല്ല. അതിങ്ങനെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് എടുത്ത് സെൽഫിനെ അപ്രിഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സെൽഫ് വർത്ത് ഉണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ, അതാണ് നിങ്ങളുടെ ബാറ്ററി ചാർജ്, അതാണ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അതിൽ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ ഓവർ തിങ്ക് ചെയ്ത്, എന്നാലും അവരങ്ങനെ ചെയ്തല്ലോ, ഞാൻ തന്നെ അങ്ങനെ ചെയ്ത് രക്ഷപ്പെട്ട് വന്നതല്ലേ, അന്ന് ആരും എന്നെ നോക്കിയില്ല, അങ്ങനെ ചിന്തിക്കാനല്ല. നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങളൊരു ചോദ്യം കൂടെ ചോദിക്കുക. ഞാൻ അംഗീകാരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആരിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണന ഞാനിപ്പോ പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് ഞാൻ ഈ നോക്കി നിൽക്കുന്നത്? ഏത് വ്യക്തിയിൽ നിന്നാണ് എനിക്ക് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടേണ്ടത്, സഹായം കിട്ടേണ്ടത്, നല്ലൊരു നോട്ടം കിട്ടേണ്ടത്, നല്ലൊരു വാക്ക് കിട്ടേണ്ടത്? ഇത് ആരാണ്? അല്ല, പക്ഷെ നമ്മളിൽ നിന്നാണ്. പക്ഷെ നമ്മൾ പരാതി പറയുന്ന ഒരു വ്യക്തി ഉണ്ടാവല്ലോ, അത് നിങ്ങളൊന്ന് നോക്കാം. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, അത് അങ്ങനെ ഒരു വ്യക്തി ആരാ? ചിലപ്പോൾ പാർട്ണർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം, അങ്ങനെ ആരും ആയിരിക്കാം. അങ്ങനെ ഉള്ള ഒരാൾ ആരാണ്? ഇനി അവർക്ക് ഈ ഒരു കാര്യം അറിയോ? നിങ്ങൾ ഇത്രയും പരിഗണന ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ റെസ്പെക്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്രിസിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അത് എപ്പോഴെങ്കിലും നിങ്ങൾ അവരുമായിട്ട് നേരത്തെ ഷഹന പറഞ്ഞ പോലെ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? അതോ തുറന്നു പറയാൻ സമയം അങ്ങേരെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മള് ബ്ലെയിം ചെയ്യാണോ? അതോ കുറെ കാലം നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ലാസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോ ഉള്ളൊരു പൊട്ടിത്തെറി പോലെയുള്ള തുറന്നു പറച്ചിലാണോ? ഇതൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങൾ. എന്നിൽ നിന്ന് സൈലൻസ് പോകുന്നു, എന്താണ് മുനീറ ഉദ്ദേശിച്ചത്? അതോടൊപ്പം തന്നെ ഏറ്റവും എന്താ പറയാ, പ്രൈം ആയിട്ടുള്ള, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ എന്നെ തന്നെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്, എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഒരു തോട്ട് എന്നുള്ള രീതിയിൽ ഒരു ഫൈനൽ ക്ലോസിംഗ് ആയിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതുണ്ടല്ലോ. നമ്മൾ മക്കളെ ഇങ്ങനെ പരിഗണന കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് എന്നെ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഡൗൺ ആവുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ആളുകളുടെ അല്ലെങ്കിൽ ആരുടെയാലും കയ്യടി കിട്ടാത്തത് കൊണ്ട്, അപ്രിസിയേഷൻ കിട്ടാത്തത് കൊണ്ട് ഒരു ചെടിയും രണ്ടാമത് പൂക്കാതിരുന്നിട്ടില്ല. ശരിയല്ലേ? ഒരു ഫ്ലവർ ഉണ്ടായി, അതിനെ ആളുകൾ കയ്യടിച്ചില്ല അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്തില്ല എന്ന് ഓർത്തിട്ട്, അല്ലേ, ഒരു ചെടിയും രണ്ടാമത്തെ ഒരു പുഷ്പത്തെ അല്ലെങ്കിൽ രണ്ടാമതൊരു ഫ്ലവർ അതിൽ ഉണ്ടാവാതിരുന്നിട്ടില്ല. നമ്പർ 2, കല്ലേറ് കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു തവണ കല്ലെറിഞ്ഞത് കൊണ്ട് ഒരു മാവും പിറ്റേത്തെ വർഷം പൂക്കാതിരുന്നിട്ടില്ല. ശരിയല്ലേ?
ഇത് ഇതാണ് നേച്ചർ അല്ലേ? എല്ലാത്തിനും നമ്മളും ഈ പ്രകൃതിയിലുള്ളവരാ. പ്രകൃതിയിലുള്ള ചെടികളും സസ്യങ്ങളും കൂടുതൽ കൊടുക്കുക ചെയ്യാം. ആ കല്ലേറ് കിട്ടുന്നത് അതിന്റെ പോരായ്മ കൊണ്ടല്ല, അതിന് ആ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ കല്ലേറാണ്. ഇനി അതല്ലെങ്കിൽ എന്താ പറയാ, അൺകണ്ടീഷണൽ ആണത്. അതിന്റെ അൺകണ്ടീഷണലിനൊക്കെ അപ്പുറത്തേക്ക് അത് അതിന്റെ നേച്ചറാണ്. ദിസ് ഈസ് ദ നാച്ചുറൽ പ്രിൻസിപ്പിൾ. പ്രകൃതി നിയമമാണിത്. പ്രകൃതി നിയമത്തോട് അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അല്ലെ പ്രകൃതിദത്തമായിട്ട് നാച്ചുറൽ ആയിട്ട് നോർമൽ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. നമ്മൾ അബ്നോർമൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അബ്നോർമാലിറ്റി നമ്മുടെ ബിഹേവിയറിൽ കാണിക്കുന്നത് കൊണ്ടാണ്. പ്രകൃതിയിൽ ഒന്നും ആരും അബ്നോർമാലിറ്റി കാണിക്കുന്നില്ലെങ്കിൽ, ആ പൂവ് അപ്രിസിയേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും വീണ്ടും വിരിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ നേച്ചർ. അതിന്റെ സ്വഭാവമാണ്, ആ മാവിന്റെ സ്വഭാവമാണ്. ആളുകൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ആ ഒരു ബ്യൂട്ടി, അല്ല അതിന്റെ ബ്യൂട്ടി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ പർപ്പസ് ആണത്, അതിന്റെ ദൗത്യമാണത് അല്ലേ? അതിനെ ഏൽപ്പിക്കപ്പെട്ട ജോലിയാണ്. ഇതേപോലെ ജോലി, ദൗത്യം, പർപ്പസ് ഏൽപ്പിക്കപ്പെട്ട് ഭൂമിയിലേക്ക് അയച്ചവരാണ് ഞാനും നിങ്ങളും ഒക്കെ. അങ്ങനെ വന്ന സോൾസ് ആണ്, അങ്ങനെ വന്ന ആത്മാക്കളാണ് നമ്മളൊക്കെ. ആ ആത്മാക്കൾ മാത്രമായിട്ടേ നമ്മൾ തിരിച്ചു പോവുള്ളൂ അല്ലേ? നമ്മളാ എന്താ പറയാ, ആ സെൽഫ് ലവിന് വേണ്ടിയിട്ടാണെങ്കിലും സെൽഫ് ബർത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ മോടി പിടിപ്പിക്കുന്ന ഈ ശരീരവുമായിട്ട് ഒരിക്കലും നമ്മൾ പോവില്ല. അപ്പൊ ആത്മാവിനും നമ്മുടെ മനസ്സിനുമുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ ആ അപ്രിസിയേഷൻ കിട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ അവര് നോക്കിയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവർ നോക്കിയിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് നിങ്ങളുടെ പുറമെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആക്ഷൻസിനെ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പുറമേയുള്ള രൂപത്തെയൊക്കെ ആണെങ്കിൽ, അവിടെ ശരിയായ നമ്മുടെ ആത്മാവിന് അപ്രിസിയേഷൻ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും എന്താ പറയാ, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന ആരാ? ആരാ പറയൂ? നമ്മളല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞാൻ സ്റ്റക്കാണോ? അല്ലെങ്കിൽ ബോറടിച്ചിട്ടാണോ? മനസ്സിലാവാഞ്ഞിട്ടാണോ? അപ്പൊ അവിടെ അത് കൊടുക്കാന്നുള്ളത്, കൊടുക്കേണ്ടത് നമ്മളാണ്. ചിലപ്പോ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ഫ്രീഡം ഫീലിംഗ് തന്നെയായിരിക്കും. നമ്മളെല്ലാരും എന്നെ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു ആവശ്യത്തിന്റെ അപ്പുറത്തേക്ക് എന്റെ വാല്യൂ ഞാൻ ഉയർത്തിപ്പിടിക്കണം, എന്റെ മൂല്യം ഞാൻ ഉയർത്തിപ്പിടിക്കണം, എന്റെ ദൗത്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്റെ പർപ്പസ് ഞാൻ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കണം, എന്റെ ബ്യൂട്ടി ഞാൻ കണ്ടുകൊണ്ടിരിക്കണം, എന്റെ ഇന്റേണൽ ബ്യൂട്ടിയെ ഞാൻ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. യെസ് ഓർ നോ? ശരിയാണോ? അപ്പൊ അതോട് കൂടിയിട്ട് ഇന്നത്തെ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. അപ്പം ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ആ ബ്യൂട്ടിയെ കണ്ടെത്താൻ. ആ ബ്യൂട്ടി പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആ പാറ്റേണിൽ, ഹാബിറ്റ് ലൂപ്പിലും, ആ ഒരു പാറ്റേൺ ലൂപ്പിലും ഒക്കെ പെട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ്. സത്യല്ലേ? അതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ, അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് റിലീസ് ചെയ്തിട്ട്, നമ്മുടെ മൈൻഡിനെ ഒന്ന് അലൈൻ ചെയ്തിട്ട്, നമ്മുടെ ബോഡിയെ അലൈൻ ചെയ്ത്, മൈൻഡിനെ അലൈൻ ചെയ്ത്, നമ്മുടെ സ്പിരിറ്റിനെ അലൈൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ടൂളായിട്ടാണ് എന്താ പറയാ, നമ്മൾ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയുന്ന നമ്മളൊരു കോഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു എൻക്വയറി ഒക്കെ ആയിട്ട് വരാം. പിന്നെ അതിന്റെ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഒരു PDF ഞാനൊന്ന് ഷെയർ ചെയ്തുതരാം കേട്ടോ. നിങ്ങൾ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോന്ന് നോക്കിയേ. ഒന്ന് ഷെയർ ചെയ്തരാം സ്ക്രീൻ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. സ്ക്രീൻ കാണുന്നുണ്ടോന്നൊന്ന് നോക്കണേ. കാണുന്നുണ്ടോ? കാണാവോ? യെസ്. കാണാം അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ
നെക്സ്റ്റ് ബാച്ചിൽ നമ്മൾ 90 days to heal, align and ട്രാൻസ്ഫോം യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെ. അതൊരു ഗൈഡഡ് ജേർണിയാണ്. ഗൈഡഡ് മീൻസ് ഇൻ മൈ പ്രസൻസ്. ആ ഒരു ഗൈഡഡ് ജേർണി ടു ഇമോഷണൽ ഹീലിംഗ് ഉണ്ട് അവിടെ, സെൽഫ് മാസ്റ്ററി ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ദൗത്യം ഉണ്ടല്ലോ, പർപ്പസ്ഫുൾ ലിവിങ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആവാതെ നമ്മളൊരു പർപ്പസ്ഫുൾ ലൈഫിലേക്ക് പോകാനുള്ള ഒരു, അതിലേക്ക് നമ്മളെ അലൈൻ ചെയ്യിപ്പിക്കുന്ന. കാരണം നമ്മൾ ഹീലായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ എവൈക്കൻ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേർപ്പസിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അല്ലെ. എന്തിനീ ഒരു പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ചൈൽഡ് ഹീലിംഗ് മാത്രമല്ല, അതിലൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇൻവിസിബിൾ ആയിട്ടുള്ള, നമുക്ക് അറിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഇത് അറിയുന്നില്ല, ആ ഒരു ഇൻവിസിബിൾ ഇമോഷണൽ വൂൺസ് നമ്മുടെ റിലേഷൻഷിപ്പിന്, കോൺഫിഡൻസിന്, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 90 days ജേർണി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ ബേർഡൻസിനെ റിലീസ് ചെയ്യാൻ, ഇമോഷണൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ, നിങ്ങളുടെ സെൽഫ് അവയർനെസ് സ്ട്രെങ്തൻ ചെയ്യാൻ, ഹെൽത്തി ഹാബിറ്റ് സ്ട്രെങ്തൻ ചെയ്യാൻ, പേർപ്പസ് ആൻഡ് ഡയറക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പർപ്പസിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി 3 മാസമായിട്ടായിരിക്കും. ഒന്നാമത്തെ മാസം കംപ്ലീറ്റ് മെയിൻലി ജസ്റ്റ് ഹീലിംഗ് അല്ല, സാധാരണത്തെ പോലത്തെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കും, പാറ്റേൺ ബ്രേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ലോ സെൽഫ് വർത്തിലേക്ക് നമ്മൾ നയിച്ചിട്ടുള്ള, നിരന്തരം കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുള്ള, ഒറ്റയ്ക്കായി പോയിട്ടുള്ള, ഏതൊക്കെയോ ട്രോമാസ് കുട്ടിക്കാലത്തെ കിട്ടിപ്പോയിട്ടുള്ള ആ ഒരു ഫേസിൽ നമ്മൾ ആ ഹീലിങ്ങിനെ, ഇമോഷണൽ പാറ്റേൺസിനൊക്കെ റൂട്ട് ഔട്ട് ചെയ്യുന്ന, ആ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനൊക്കെ ഒന്ന് എടുത്ത് കളയുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഉണ്ടാവും. ഇമോഷണൽ വൂൺസ് ഹീൽ ചെയ്യുന്നുണ്ടാവും, പാസ്റ്റ് ട്രോമ ഹീൽ ചെയ്യുന്നുണ്ടാവും, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക് കാര്യങ്ങൾ ഉണ്ടാവും, ഇമോഷണൽ റെഗുലേഷൻസ് ഉണ്ടാവും. നമ്മളെ നേരത്തെ പറഞ്ഞ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മൾ റെസ്പോൺസിലേക്ക് നമുക്ക് മാറാനുള്ള അല്ലേ. പിന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടല്ലോ, നമ്മളെ ബോഡി, ഫിസിക്കൽ ബോഡി അല്ല, നമ്മുടെ സ്പിരിച്വൽ ബോഡിയെ നമ്മൾ കണക്ട് ചെയ്യുന്ന സെഷൻ ആയിരിക്കും ഫസ്റ്റ് മന്തിൽ ഉണ്ടാവുക. സെക്കൻഡ് മന്ത് എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് സെൽഫ് റെഗുലേഷൻ മാസ്റ്ററി. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിന്, ഞാൻ പോരാന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ്, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ്, ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നുള്ള ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവും, വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളത് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ ഹെൽത്തി ഹാബിറ്റ്, നമുക്കൊരു ലാസ്റ്റിംഗ് ഗ്രോത്താണ് വേണ്ടത്. ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കുള്ള ഗ്രോത്ത് അല്ല, ഒരു ലാസ്റ്റിംഗ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സെൽഫ് റെഗുലേഷൻ മാസ്റ്റർ. അപ്പൊ വെറും സെൽഫ് അവയർനെസ് അല്ല, വി ആർ മാസ്റ്ററിംഗ് സെൽഫ് അവയർനെസ്, റീവയറിംഗ് ലിമിറ്റിംഗ് ബിലീഫ്, ഹെൽത്തി റുട്ടീൻസ് ആൻഡ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് വർത്ത് നമ്മൾ അതിൽ ബിൽഡ് ചെയ്യുന്നുണ്ടാവും, ആക്ടിവിറ്റീസിലൂടെ, പ്രാക്ടീസിലൂടെ. ആ എവിടേക്കോ ചില ടോർച്ചടികൾ, ചില സ്വിച്ചസ് കറക്റ്റ് ചെയ്യല്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എവിടേക്കോ ചില മിസ് അലൈൻമെന്റ്സ് ഇങ്ങനെ അല്ലെ, വണ്ടിയൊക്കെ ഇടയ്ക്ക് പോയിട്ട് അലൈൻമെന്റ് റെഡി ആക്കൂലേ, അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ആ സ്മൂത്ത് റണ്ണിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹാബിറ്റ് മാസ്റ്ററി ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ തേർഡ് മന്തിൽ ലൈഫ് ഡിസൈനിങ് ആൻഡ് പേർപ്പസ് ആക്ടിവേഷൻ ആണ്. ലൈഫ് ഡിസൈനിങ് ആൻഡ് പേർപ്പസ് ആക്ടിവേഷൻ. അവിടെ നമ്മൾ അത് ഹീലിംഗിൽ നിന്ന് ഇന്റൻഷണൽ ലിവിംഗിലേക്ക്, വെറും ഹീൽ ചെയ്ത് നമ്മൾ കുറെ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകാന്നുണ്ട്, അപ്പുറത്തേക്ക് ഇന്റൻഷണൽ ലിവിങ് ആൻഡ് മീനിങ് ഫുൾ ആക്ഷൻ നമ്മളിൽ നിന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ മാവ് അതിന്റെ ദൗത്യം ചെയ്യുന്ന പോലെ, ചെടി അതിന്റെ ദൗത്യം ചെയ്യുന്ന പോലെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് വെറുതെ ജീവിച്ചു പോകാൻ, അത് എന്തൊക്കെയോ ദൗത്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിനുള്ള പൊട്ടൻഷ്യൽ, ടൈം, റിസോഴ്സസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലൈഫ് വിഷൻ ആൻഡ് ഗോൾസ് സെറ്റ് ചെയ്യുന്നുണ്ടാകും, അലൈൻഡ് മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും, മണി ഹീലിംഗ് അവിടെ നടക്കുന്നുണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ആ ആക്ഷൻ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടാകും. അവിടെ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ബിഗിൻ ചെയ്യുന്നത്. ഇത് വെറും ഒരു അല്ലേ, ഒരു എന്താ പറയുക, ജേർണി ഇസ്ന്റ് അബൌട്ട് ബിക്കമിങ് സംവൺ ന്യൂ, ഇറ്റ് ഇസ് അബൌട്ട് ബിക്കമിങ് ഹൂ യു ട്രൂലി ആർ. നിങ്ങളെ മാറ്റിയെടുക്കുക എന്നല്ല, യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ആ ഇന്നർ, ആ സ്പിരിച്വൽ ലൈറ്റിൽ നിന്നുള്ള ആ ഒരു എന്താ പറയാ, അതിലേക്ക് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് ഈ ഒരു ജേർണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സ് ഫീ ചോദിക്കുന്നുണ്ട്. ഷമീമ എന്നെ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ BSA
ആയിട്ടുള്ള സ്നേഹയെ കണക്ട് ചെയ്യാൻ 3 നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു 3 മന്ത് നമുക്ക് ഒരു 3 മാസം കൊണ്ടുള്ള ആ ഒരു ജേണി തന്നെയായിരിക്കും. വെറും ഹീലിംഗിൽ നിൽക്കുകയോ ഒന്നും അല്ലാതെ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന, അല്ല ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സെഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ ഈ പ്രീ സെഷൻസിന് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ സെഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളോ ചോദിക്കാനുണ്ടോ? ഉണ്ടോ? സെഷനുമായിട്ട് റിലേറ്റ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. സംശയങ്ങളൊന്നും ഇല്ല ആർക്കും? സാബ്ര മാം എന്താണ് പറയാനുള്ളത്? സാബ്ര മാം ഇല്ല ഒന്നും പറയാനില്ല. അൺമ്യൂട്ട് ചെയ്ത് വന്നപ്പോ ചോദിച്ചതാണ്, ക്യാമറ ഓൺ ചെയ്തിട്ട്. താങ്ക് യു പറയാൻ വേണ്ടി വന്നു. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. സെഷനിൽ എന്തെങ്കിലും ഇൻസൈറ്റ് കിട്ടിയോ? കിട്ടി മാം. ഓക്കെ ഡിയർ, താങ്ക് യു. അപ്പോൾ താങ്ക് യു ഷഹന. അപ്പൊ എല്ലാവരും അതിൽ പറഞ്ഞിട്ട് ഞാൻ 1-2 ആക്ടിവിറ്റീസ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ എന്ന് വന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, കുറച്ച് ഇന്റേണൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള എങ്ങനെ ഉണ്ടല്ലേ എന്നൊരു തോട്ട് നമുക്ക് വരാം. അതൊക്കെ നിങ്ങളൊന്ന് ജേർണൽ ചെയ്ത് നോക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞ അപ്രിസിയേഷൻ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ആ അപ്രിസിയേഷൻ ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് എന്നാ സെൽഫ് വർത്ത് കൂടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്, let me wind up the session. Thank you all. Good night. For more details, you can connect in these numbers and join the group for prayer session. Thank you all once again. Good night. Thank you. Thank you, ma'am.